കോതമംഗലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി സ്വകാര്യ ബസ് ഉടമകളും. ഐഷാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. ബസ്സുകൾ ജൂൺ 3, 4 തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര സൗകര്യം ഒരുക്കുന്നതാണ് പരിപാടിയുടെ ആകർഷണം. ലഹരിക്കെതിരെ പോരാടം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സ്വകാര്യ ബസ്സുകൾ ജൂൺ 3, 4 തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്നു. ഐഷാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഒരു കൗതുകത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്നത് പിന്നീട് ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ യുവതലമുറയുടെ ചെറുപ്പക്കാരുടെ ചിന്താശേഷിയെ, കാര്യശേഷിയെ, കർമ്മശേഷിയെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഈ രാസലഹരിയെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട്. ഏതായാലും ആ ഒരു മഹത്തായ സന്ദേശമാണ് ഇന്ന് ഐഷാസ് ഗ്രൂപ്പ് ഇവിടെ സമൂഹത്തിന് മുൻപാകെ വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നൂറുകണക്കിന് കുട്ടികൾ ഈ ബസ്സിലൂടെ രാവിലെയും വൈകുന്നേരവും ഒക്കെയായി വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം ഒരു സൗജന്യ യാത്ര ഒരുക്കിക്കൊണ്ട് കുട്ടികൾ മാത്രമല്ല മറ്റുള്ളവരിലേക്ക് കൂടി സമൂഹത്തിനാകെ ഈ ഒരു സന്ദേശം ഈ ഐഷാസ് ഗ്രൂപ്പ് നൽകുന്ന സന്ദേശം പകർന്നു നൽകണം. സമൂഹത്തിന്റെ ആകെ പിന്തുണയോടെ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ സ്വകാര്യ ബസ് ഉടമകളും പങ്കാളികളാകുന്നത് ഏറ്റവും മാതൃകാപരമായ പ്രവൃത്തിയാണെന്ന് MLA പറഞ്ഞു. നിരവധിയായ യാത്രക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ കോതമംഗലം ട്രാഫിക് SI CP ബഷീർ, TBOA സെക്രട്ടറി നവാസ് CB, ഐഷാസ് ഗ്രൂപ്പ് MD ഷാജി തോപ്പിക്കുടയിൽ, തങ്കച്ചൻ ഇലഞ്ഞിക്കമാലി, അലോഷി ആവോലി, ഷംസുദ്ദീൻ തോപ്പിക്കുടയിൽ, ദിലീപ് AJ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് സമൂഹ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം വളരെയധികം സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഐഷാസ് ഗ്രൂപ്പ് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ മിഷണറിയും ഈ ക്യാമ്പയിൻ, ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമുക്കറിയാം, ഈ ബസ് തൊഴിലാളികൾ അല്ലെങ്കിൽ ബസ് ഓണർമാർ സമൂഹത്തിൽ ഏതെങ്കിലും വളരെ മാരകമായ രോഗത്തിനടിമപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി സൗജന്യമായിട്ട് യാത്ര നടത്തുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെയാണ് ഈ ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഒരു യാത്രാ സംവിധാനം ഒരുക്കിക്കൊണ്ട് വല്ലാത്തൊരു മെസ്സേജാണ് ഈ ഐഷാസ് ഗ്രൂപ്പ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.